ഈശോയിലെ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ദൈവകരുണയുടെ തിരുനാളിൻ്റെ 4-ാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. കർത്താവിൻ്റെ വലിയ കരുണയും സ്നേഹവും എല്ലാം നമ്മളിലേക്ക് കടന്നു വരുന്നുണ്ട്. ഈശോ നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഈശോയുടെ ആ വലിയ സ്നേഹത്തെയൊക്കെ നമ്മൾ ചേർത്ത് പിടിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ചില ജീവിതങ്ങളുടെയൊക്കെ വലിയ അഗാധമായ ദുഃഖം ചിന്തിച്ചു കഴിയുമ്പോൾ ഈശോയെ അവരെ എങ്ങനെ ആശ്വസിപ്പിക്കണം എന്ന് നമുക്കറിയില്ല. ചിലരൊക്കെ എനിക്ക് മെസ്സേജ് ഇടുമ്പോൾ ഞാൻ അവരോട് പറയാറുണ്ട്, ദൈവം നിങ്ങളോട് കരുണ കാണിക്കട്ടെ. കാരണം അത്രമാത്രം വലിയ ഒരു ഭാരത്തിലൂടെ ചില ജീവിതങ്ങൾ കടന്നു പോവുകയാണ്. നമുക്ക് ആശ്വസിപ്പിക്കാം, പ്രാർത്ഥിക്കാം എന്നൊക്കെ പറഞ്ഞാൽ അതിനൊക്കെ അപ്പുറത്ത് ദൈവം കരുണ കാണിക്കുന്നില്ലെങ്കിൽ, ഈശോയുടെ കരുണ ലഭിക്കുന്നില്ലെങ്കിൽ തീർച്ചയായും ജീവിതത്തിൽ വലിയ ബുദ്ധിമുട്ടുകളിലൂടെ അവരൊക്കെ കടന്നു പോകുന്നത് കാണാൻ പറ്റും. ശരിക്കും ഈശോ ഈ ഉത്ഥാനത്തിൻ്റെ തിരുനാൾ ദിനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാനുള്ള ഈ 4-ാം ദിവസത്തെ നിയോഗം ഇതാണ്. അവിശ്വാസികളും യേശുവിനെ അറിയാത്തവരും ദൈവത്തിൻ്റെ കരുണയിൽ നിറയപ്പെട്ട് ദൈവസന്നിധിയിൽ പ്രവേശിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഒരുപക്ഷെ എൻ്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിലോ ഭവനത്തിലോ കണ്ടുമുട്ടുന്നവരിലോ ഈ ഒരു തലത്തിലുള്ള ആളുകൾ ചിലപ്പോൾ നമ്മളിൽ പോലും യഥാർത്ഥമായ വിശ്വാസത്തിന് തലമില്ലാത്തൊരു തലമുണ്ട്. അപ്പോൾ ഇന്നത്തെ കരുണയുടെ ദിനത്തിൻ്റെ നൊവേനയിൽ നമുക്ക് സ്വർഗം ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് അവിശ്വാസികൾ യേശുവിനെ അറിയണം. ദൈവത്തിൻ്റെ കരുണയിൽ നിറയപ്പെട്ട് ദൈവസന്നിധി പ്രവേശിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. വിശ്വാസം നഷ്ടപ്പെട്ടു പോയവർ, വിശ്വാസമില്ലാത്തവർ, യേശുവിനെ ഇന്ന് വരെ അറിയാത്തവർ, നമ്മുടെ ചുറ്റുപാടുകളിൽ ലോകമെമ്പാടും ഈശോ ആരാണെന്ന് പോലും അറിയാത്ത ജീവിതങ്ങളുണ്ട്. ഇവൻ ക്രൈസ്തവരായി ജനിച്ചു എന്നതിനപ്പുറത്ത് ഈശോയെക്കുറിച്ച് ഒന്നും അറിയില്ലാത്തവരുണ്ട്. ഈശോയെ അവരെല്ലാം അങ്ങയെ അറിയണം, അങ്ങയുടെ സന്നിധിയിൽ പ്രവേശിക്കണമെന്നുള്ള വലിയ ആഗ്രഹത്തോടെയാണ് ഇന്ന് ഈ കരുണയുടെ നൊവേനയുടെ 4-ാം ദിവസത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുക. കർത്താവെ, ഒപ്പം പ്രാർത്ഥിക്കാനായി അങ്ങ് കൂട്ടിക്കൊണ്ടുവരുന്ന ഈ മക്കളെ, ഇവരുടെ നിയോഗത്തെ, ഇവരുടെ ജീവിതത്തിലും ആരെങ്കിലും ഒക്കെ ഈശോയെ അറിയണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാകും. മക്കളാകാം, ജീവിത പങ്കാളിയാകാം, പ്രിയപ്പെട്ട സുഹൃത്തുക്കളാകാം. ഈശോയിലേക്ക് ഒന്ന് കടന്നു വന്നിരുന്നെങ്കിൽ, ഈശോയെ ഒന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എന്ന്, ജീവിതത്തിൽ ദൈവത്തിൻ്റെ കരുണയൊന്ന് സ്വന്തമാക്കിയിരുന്നെങ്കിൽ എന്ന് ഞാൻ നിങ്ങളുമൊക്കെ ആഗ്രഹിക്കുന്ന പല തലങ്ങളുണ്ട്. നമുക്ക് അവരെല്ലാം ഈശോയുടെ കരങ്ങളോട് സമർപ്പിക്കും. 4-ാം ദിവസം നമ്മുടെ പ്രാർത്ഥന, ഒരു നിമിഷം നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ കണ്ണുകളടച്ച് കർത്താവിൻ്റെ കരുണ കടന്നു വരാൻ അവിശ്വാസികളായിട്ടുള്ള എല്ലാ മക്കളെയും പരിപൂർണമായിട്ട് സമർപ്പിക്കാം. മക്കളാകട്ടെ, ചിലപ്പോൾ ജീവിത പങ്കാളിയാകാം, ചിലപ്പോൾ ജോലി സ്ഥലത്തെ പ്രിയപ്പെട്ടവരാകാം, ചിലപ്പോൾ കുടുംബത്തിൽ തന്നെയുള്ള സഹോദരങ്ങളാകാം, ചിലപ്പോൾ പേരൻസ് തന്നെയാകാം, വർഷങ്ങളോളമായി കുമ്പസാരിക്കാത്തവരാകാം, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകളിൽ നമ്മൾ കേട്ടിട്ടുള്ള അങ്ങ് വിദൂരങ്ങളിൽ യേശുവിനെ അറിയാത്തവരായിട്ട് ജീവിക്കുന്ന മക്കളുണ്ടാവും. അവരെല്ലാം നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഏറ്റവും സഹതാപാർത്ഥനായ എൻ്റെ ഈശോയെ, അങ്ങാകുന്ന ലോകം മുഴുവൻ്റെയും വെളിച്ചം, ദയാനിർഭരമായ അങ്ങയുടെ ഹൃദയത്തിൽ അവിശ്വാസികളുടെയും അങ്ങേ അറിയാത്തവരുടെയും ആത്മാക്കളെ സ്വീകരിക്കണം. അങ്ങയുടെ കൃപാകിരണങ്ങൾ അവരെ പ്രകാശിപ്പിക്കുകയും അങ്ങനെ മഹനീയമായ അങ്ങയുടെ കരുണയെ അവർ വാഴ്ത്തുവാനും ഇടയാകട്ടെ. കരുണാസമ്പന്നനായ അങ്ങയുടെ ഹൃദയത്തിൽ നിന്ന് അകന്നു പോകാൻ അവരെ അനുവദിക്കരുത്. നിത്യനായ പിതാവെ, അങ്ങയിൽ വിശ്വസിക്കാത്തവരും അങ്ങേ അറിയാത്തവരുമാണെങ്കിലും ഈശോയുടെ ദയ നിറഞ്ഞ ഹൃദയത്തിൽ സ്ഥാനം ലഭിച്ചിരിക്കുന്ന ആത്മാക്കളുടെ മേൽ അങ്ങയുടെ കരുണാ കടാക്ഷം ഉണ്ടാകണമേ. സുവിശേഷ വെളിച്ചത്തിലേക്ക് അവരെ ആനയിക്കണമേ. അങ്ങയെ സ്നേഹിക്കുക എത്ര ആനന്ദപ്രദമായ അനുഭവമാണെന്ന് ഈ ആത്മാക്കൾ അറിയുന്നില്ല. കർത്താവെ, അങ്ങയുടെ കരുണയുടെ സമൃദ്ധിയെ പുകഴ്ത്താൻ ഇവർക്കും വരമേകണം, എപ്പോഴും എന്നേക്കും. ആമേൻ. നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഈശോ അറിയാത്ത എല്ലാ മക്കളെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് നിങ്ങൾക്ക് സാധിക്കുന്നെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് പ്രാർത്ഥിക്കുക. അത് ഒരു വലിയ ഒരു ഇന്നത്തെ നിയോഗത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ആരെങ്കിലും ഈശോയെ അറിയാത്തവരുണ്ടെങ്കിൽ ഒരു നിമിഷം കരുണയുടെ പ്രാർത്ഥനയിൽ പങ്കുചേർന്ന് ദൈവകരുണ ലഭിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം ഈ കഴിഞ്ഞ നാളുകളിൽ ഒരു വ്യക്തി പറഞ്ഞതാണ്, സിസ്റ്ററെ, ഞാൻ ഈശോ എന്ന് മാത്രം എൻ്റെ അതരങ്ങളിൽ ഉരുവിട്ടുകൊണ്ട് നടക്കുകയായിരുന്നു. അല്പസ്വരമുയർത്തിയാണ് ഞാനിങ്ങനെ നടന്ന് പോവുകയാണ്. രാവിലെ പെട്ടെന്ന് ഒരു വ്യക്തി നിന്നിട്ട് എന്നോട് ചോദിച്ചു, നീ ആരെക്കുറിച്ചാണ് പറഞ്ഞേ? അപ്പം ഈശോയെക്കുറിച്ചാണ്. ഒന്നുകൂടെ പറഞ്ഞേ. എൻ്റെ അടുത്തുകൂടെ നീ ഈശോ എന്ന് പറഞ്ഞു പോകുമ്പോൾ നിന്റെ സമീപത്തൂടെ കടന്നു പോകുന്ന എൻ്റെ ഉള്ളിൽ എന്തോ ഒരു ജ്വലനം അനുഭവപ്പെടുകയാണ്. അപ്പം നമുക്ക് നമ്മുടെ ഓരോ കുഞ്ഞു പ്രവൃത്തികളിലൂടെ ചിലപ്പം ഈശോ എന്ന് കേൾക്കുന്നവർക്കായിരിക്കും അനുഗ്രഹം, ഈശോ എന്ന് പറയുന്നവർക്കായിരിക്കും. അപ്പോൾ ഈശോയുടെ കരുണ അനേകരിലേക്ക് എത്തിപ്പെടാൻ ആഗ്രഹിക്കാം. സ്വർഗീയ പിതാവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ഈശോയെ,
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തിയെ, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും നയിക്കുക. ആമേൻ. കർത്താവെ, അങ്ങയുടെ സന്ധ്യയ്ക്ക് കസ് തോമസിനെ, ബിനോയി കൊല്ലംകുന്നലിനെ, റേവി പോളിനെ, ഈശോയെ അങ്ങയുടെ കരങ്ങളിലേക്ക് സജി ജോസഫിനെ, നിമ്മി ബിജുവിനെ, ജോമി റോബിൻസിനെ സമർപ്പിക്കുന്ന കർത്താവെ, ജിനു പോളിനെ, ജോഷി ജോബിനെ, ഷാജിയെ കർത്താവെ, ലിജിനെ സമർപ്പിക്കുന്ന കർത്താവെ, ബെറ്റ്സി സജിത്തിനെ സമർപ്പിക്കുന്നു, നെൽസൺ ജോസഫിനെ സമർപ്പിക്കുന്നു, ശാന്തി ജോണിയെ സമർപ്പിച്ചു, വിൽസണെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചോയെ, ഷൈനെ സമർപ്പിക്കുന്ന കർത്താവെ, ഈശോയെ കരുണയായിരിക്കണ കർത്താവെ, മറിയാമ്മ തോമസിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, സിനി ജെയിംസിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോ, ജാൻസി ഫ്രാൻസിസിനെ കർത്താവെ, ഡെയ്സി ജോസഫിനെ സമർപ്പിച്ചു, സന്തോഷ് തോമസിനെ സമർപ്പിക്കുന്നു, ഷീബ ജോയിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, സ്റ്റീഫൻ മാത്യുവിനെ, വിൽസനെ സമർപ്പിക്കുന്നു ഈശോയെ, കർത്താവെ, ഡേസി ജോസഫിനെ ഏറ്റെടുക്കണേ അപ്പ, സാജു മാത്യുവിനെ, ജയമോൾ കെ ജോണിനെ സമർപ്പിക്കുന്നു, ലിസ് സുനിലിനെ സമർപ്പിക്കുന്നു, ദിബു എബ്രഹാമിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ കരുണയായിരിക്കണേ അപ്പ, ഷീന ഫ്രാൻസിസിനെ സമർപ്പിക്കുന്നു, മാഗി തോംസണെ, സാലപ്പൻ ആന്റണി, അനിത തോമസിനെ സമർപ്പിക്കുന്നു ഈശോയെ, പ്രിൻസി സോബിൻ, എലിസബത്ത് ചെറിയാൻ, ദിവ്യ ജിബിയെ സമർപ്പിക്കുന്നു, തോമസ് എബ്രഹാമിനെ, സിജോ മാത്യുവിനെ, വിജിത വിനോദിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ, ടാനിയ ജോർജിനെ സമർപ്പിക്കുന്നു ഈശോയെ, എൽസമ്മ തോമസിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, ആൻസി ബെന്നിയെ സമർപ്പിക്കുന്നു, ഷാലറ്റ് ഹെർമണെ സമർപ്പിക്കുന്നു ഈശോയെ, ബിൻസി ഷോജിയെ സമർപ്പിച്ച് സിറിൽ കെ ആന്റണിയെ സമർപ്പിക്കുന്നു യേശുവെ, ബിജു ജോസഫിനെ, ലിൻഡ ലിജോയെ സമർപ്പിക്കുന്നു, ഫിൻസി ബിജു ഈശോയെ, മാർട്ടിൻ പിട്ടാപ്പിള്ളിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ, കരുണയായിരിക്കണേ അപ്പ, ടെസ്സി പോൾസണെ സമർപ്പിക്കുന്നു ഈശോയെ, നിന്റെ വലിയ കരുണ എല്ലാ മക്കളിലേക്കും നിറയപ്പെടട്ടെ കർത്താവെ, ജീവ ജയയെ സമർപ്പിക്കുന്നു കർത്താവെ, ഈശോയെ, ബിൻസി ഷോജിയെ ഈശോയെ കരുണയായിരിക്കണേ കർത്താവെ, ഫാദർ ജെയിംസിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ, എല്ലാ നിയോഗങ്ങളെ ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. സുനിത ലിജോ, മഞ്ജു സെബാസ്റ്റ്യൻ, ദീവ ടോമി, മിഥുമോൾ ഈശോയെ സമർപ്പിക്കുന്നു, ബീന മാത്യുവിനൊക്കെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈശോയെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ അനന്ത കരുണ ഇന്ന് നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ മക്കളിലേക്ക്, വഴിതെറ്റിപ്പോയവരിലേക്ക് എല്ലാം കടന്നു വരുവാനായിട്ട്, നമ്മുടെ വ്യക്തി ജീവിതങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന അനേകം നിയോഗങ്ങളുണ്ട്, അവിടെയെല്ലാം ഈശോയുടെ കരുണയുണ്ടാകാം. ഈശോയെ അവിടുന്ന് കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതി, ആരാധന. അഞ്ജു ജോയെ സമർപ്പിക്കുന്ന കർത്താവെ, മേരിക്കുട്ടി ജോസഫിനെ സമർപ്പിക്കുന്നു, ബീന മാത്യുവിനെ സമർപ്പിക്കുന്നു. കർത്താവിന്റെ വലിയ കരുണ നമ്മുടെ ഈ മക്കളുടെ എല്ലാം കുടുംബങ്ങളിലേക്ക് ഉണ്ടാകാൻ ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സേബ റെജിയെ സമർപ്പിച്ചു, ജെയിംസ് ജേക്കബിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഇന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ എൻ്റെ അമ്മയെ, നിനക്ക് സുസ്ഥിയ കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണം. കർത്താവെ, ലിനിമോളെ സമർപ്പിക്കുന്ന കർത്താവെ, ബെർക്കുമാൻസിനെ, സെബാസ്റ്റ്യൻ ജോസഫിനെ, മോളി തോമസിനെ സമർപ്പിക്കുന്നു, ഷൈനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ മക്കളുടെ എല്ലാ നിയോഗങ്ങളെ ജിഷ ജോയിയെ സമർപ്പിച്ചുകൊണ്ട് ഒരു ഹൃദയത്തോടെ, ഒരു മനസ്സോടെ ഈശോയുടെ വലിയ കരുണ നമ്മുടെ കുടുംബത്തിലേക്ക് ഒഴുകി വരാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞങ്ങൾ വിശ്വസിക്കും. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പിടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു.
അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാവങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമാ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നിത്യപിതാവേ, ഞങ്ങളുടെ ലോകം മുഴുവന്റെയും പാവങ്ങളുടെ പരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവ് ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. കർത്താവെ, അങ്ങയുടെ കരങ്ങളിലേക്ക് അരുൺ പോളിനെ സമർപ്പിക്കുന്ന ഈശോയെ, സജിയച്ചൻ എബ്രഹാമിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അമ്മിണി വർഗീസിനെ സമർപ്പിക്കുന്ന കർത്താവെ, രതീഷിനെ സമർപ്പിക്കുന്നു ഈശോയെ, ടിറ്റോ പോത്തനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോയെ, ജയൻ കൊല്ലംപറമ്പിലിനെ സമർപ്പിക്കുന്ന കർത്താവെ, സെൽമ ജോണിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോയെ, മനോഹരൻ പരിമളത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അജനി ജോസഫിനെ സമർപ്പിക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണം. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെ ലോകം മുഴുവന്റെയും പാപങ്ങളുടെ പരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവ് ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. കർത്താവെ, അങ്ങയുടെ കരങ്ങളിലേക്ക് സന്തോഷ് പ്രാർത്ഥനയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ കരങ്ങളിലേക്ക് ജിൻഡുമോൾ പി മാത്യുവിനെ സമർപ്പിക്കുന്നു. ഈശോയെ, ജൊസീന്ത ജോർജിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ലാൻസി ജോബി ആന്റണി പീറ്റർ കണ്ണമ്പുഴയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, മേരി റോബർട്ടിന്റെ നിയോഗത്തെ സമർപ്പിക്കുന്നു. മറിയ തോമസ് ക്രിസ്റ്റോയെ സമർപ്പിക്കുന്നു. ഈശോയെ, ബെബി എബിയെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, വലിയ കരുണയുണ്ടാകട്ടെ. ദിബു എബ്രഹാമിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, കരുണയായിരിക്കണേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെ ലോകം മുഴുവന്റെയും പാപങ്ങളുടെ പരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവ് ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. കർത്താവെ, അങ്ങ് സന്ധിയിലേക്ക് പ്രിയ സെൽസണെ സമർപ്പിക്കുന്നു. കർത്താവെ, സരിത രഘുവിനെയും കുടുംബത്തെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവെ, അലക്സ് കുര്യാക്കോസിനെ സമർപ്പിക്കുന്നു. ഈശോയെ, ക്രിസ്റ്റോയെ സമർപ്പിക്കുന്നു. കർത്താവെ, കരുണയായിരിക്കണമേ. കർത്താവെ, കരുണയായിരിക്കണമേ. കർത്താവെ, കരുണയായിരിക്കണമേ. ഈശോയെ, ബേബി സേവിയറിനെ സമർപ്പിക്കുന്നു. ഷീന ജോൺസൺ ഫ്ലവർ അറേഞ്ച്മെന്റിനെ സമർപ്പിക്കുന്നു. സോണി വർഗീസിനെ സമർപ്പിക്കുന്നു. കർത്താവെ, ജിനി ജോർജിനെ സമർപ്പിക്കുന്നു. കർത്താവെ, മനോജ് ഔസേപ്പിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഷാലറ്റ് ഹെർമനെ സമർപ്പിക്കുന്നു. ഈശോയെ, ഷൈനെ സമർപ്പിക്കുന്നു. ഈ മക്കളെല്ലാം ഈശോയുടെ വലിയ കരുണയിലേക്ക് ഒരിക്കൽ കൂടി സമർപ്പിച്ചുകൊണ്ട് ഈശോയുടെ വലിയ കരുണയുണ്ടാകാൻ സിജി ചെറിയാനെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച്
ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. കർത്താവെ, അങ്ങയുടെ കരങ്ങളിലേക്ക് മരിയ മാത്യുവിനെ, ജിജി ബിജുവിനെ സമർപ്പിക്കുന്നു. ഈശോയെ, അങ്ങയുടെ കരങ്ങളിലേക്ക് നീനു ജോസഫിനെ, അവളുടെ ജോലിയെ സമർപ്പിക്കുന്നു. ഈശോയെ, പ്രത്യേകമായിട്ട് ഇന്ന് കേസ് കോർട്ടിൽ ഹിയറിംഗ് നടക്കുന്ന ജോബിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ബിനി ബോസിനെ സമർപ്പിക്കുന്നു. ഈശോയെ, രാജി എസ് ബിയെ സമർപ്പിക്കുന്ന കർത്താവെ, ഈശോയെ, ഗ്രീഷ്മ ആറിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ലിൻഡ ലിജോയെ, എമിലി ജോസഫിനെ സമർപ്പിക്കുന്ന കർത്താവെ, ആന്റണി റോബർട്ടിനെ സമർപ്പിക്കുന്നു. ഈശോയെ, ഈ മക്കളുടെ എല്ലാം മേൽ ഈശോയുടെ വലിയ കരുണ ഒഴുകപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട് മരിയ മാത്യുവിനെ സമർപ്പിച്ചുകൊണ്ട് ഈശോയെ, കെബിനെ സമർപ്പിക്കും. ഈശോയെ, കർത്താവെ, ആശുപത്രിയിലായിരിക്കുന്ന കിഡ്നി പ്രോബ്ലം ഇല്ല 8 മാസമുള്ള കുഞ്ഞുവാവനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, കരുണയാകണേ കർത്താവെ, കരുണയാകണമേ. ഈശോയെ, കരുണയാകണമേ എന്ന് പ്രാർത്ഥിക്കും. ഡെയ്സി ജോണിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും പാപങ്ങളുടെ പരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവ് ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. കർത്താവെ, ഡെയ്സി ജോണിനെ സമർപ്പിക്കുന്ന കർത്താവെ, കരുണയായിരിക്കണമേ. ജോസഫ് ടോണിയെ സമർപ്പിക്കുന്നു. ഈശോയെ, ബ്രിട്ലി ബോസ്കോയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, തങ്കച്ചൻ ഡൽഹിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അങ്ങേ കരങ്ങളിലേക്ക് ട്രിസിയ പീറ്ററിനെ സമർപ്പിക്കുന്നു. ഈശോയെ, അനു സജീവിനെ, മഹിമ ജിബിയെ സമർപ്പിക്കുന്നു. ഈശോയെ, നിമ്മി റോയിയെ, ഈശോയെ, ബിജി കരിപ്പായിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കരുണയായിരിക്കണേ കർത്താവെ, കരുണയായിരിക്കണേ ഈശോയെ. കർത്താവെ, മജോമോൻ ജോർജനെ സമർപ്പിക്കുന്നു. മേരിദാസ് ജോർജനെ സമർപ്പിക്കുന്നു. ഫിലിപ്സൺ ജോസഫിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ലീന ജൂഡ്സനെ സമർപ്പിക്കുന്നു. ഈശോയെ, അനുഗ്രഹിക്കണേ കർത്താവെ. ജെസ്സി തോമസിനെ, മോളി ജോബിളിനെ സമർപ്പിച്ചുകൊണ്ട് എല്ലാ മക്കളുടെയും നിയോഗത്തെ, കടബാധ്യതകളെ, ജോലി സ്ഥലത്തെ ബുദ്ധിമുട്ട്, കുടുംബജീവിതത്തിന്റെ സഹനങ്ങളെ, തകർച്ചകളെ, ഈശോയെ, കുടുംബത്തിൽ കടന്നു കയറുന്ന എല്ലാ പൈശാചിക ബന്ധനങ്ങൾ, കലഹത്തിന്റെ അരൂപി ഈശോയുടെ നാമത്തിൽ ഏൽപ്പിച്ചു തന്നു വലിയ കരുണ കാണിക്കണ കർത്താവെ. മേഘ സജീവനെ സമർപ്പിക്കുന്നു. ബിനു KJ-യെ സമർപ്പിക്കുന്നു. കുഞ്ചറിയ ആന്റണിയെ സമർപ്പിക്കുന്നു. ഈശോയെ, ലീന ജൂഡ്സനെ, ഈശോയെ, റിയാറ്റി വർഗീസിനെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ.
ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ കരങ്ങളിലേക്ക് ജീവ ജോയിയെ സമർപ്പിക്കാം, ദിവ്യ സന്തോഷിനെ സമർപ്പിക്കാം, മോളി തോമസിനെ സമർപ്പിക്കാം, സുജാ ജോസിനെ സമർപ്പിക്കാം, കുഞ്ചെറിയ ആന്റണിയെ സമർപ്പിക്കാം, ഡൊമിനിക് PJ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം, ജോബി ജോസിനെ ഈശോയെ അനുഗ്രഹിക്കണേ, ടിജോ തോമസിനെ, ജൂലി തോമസിനെ സമർപ്പിക്കുന്ന കർത്താവേ, ലീന ലിനോയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, മറീമ പ്രിൻസിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ, ജോമോൻ ജോർജിനെ സമർപ്പിക്കുന്നു, തോമസ് മുട്ടിലിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, ബിനു KJയെ ഈശോയെ, സിമി ഡെന്നിയെ സമർപ്പിക്കുന്നു ഈശോയെ. കരുണയായിരിക്കണേ കർത്താവെ, കരുണയായിരിക്കണേ. ഈ മക്കളെല്ലാം അനുഗ്രഹിക്കണം. പ്രിയപ്പെട്ട മക്കളെ, സാധിക്കുമെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് പ്രാർത്ഥിക്കുക. എല്ലാവരും ഒന്ന് ഷെയർ ചെയ്താൽ മറ്റുള്ളവർ കൂടി പങ്കെടുക്കാൻ ഇപ്പം തന്നെ പറ്റും. നമ്മൾ കർത്താവിൻ്റെ ദിവ്യകാരുണ്യ ലുത്തിനിയിലേക്ക് പ്രവേശിക്കുകയാണ്. ഈശോയെ, കുര്യൻ സുജിത്തിനെ സമർപ്പിക്കുന്നു, റൂബി ടോമിനെ, അൽഫോൺസ ആന്റണി നെറ്റോയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ. കർത്താവെ, പ്രാർത്ഥന ചോദിച്ചിട്ടുള്ള എല്ലാ മക്കളെയും സമർപ്പിക്കാം. ഈശോയുടെ വലിയ കരുണ ഈ മക്കളുടെ എല്ലാ നിയോഗങ്ങളിലേക്ക് നിറയപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയുടെ നാമത്തിൽ വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ. ഈശോയുടെ നാമത്തിൽ എല്ലാ മക്കളുടെയും ജീവിതത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കട്ടെ. ഈശോയുടെ വലിയ ഇടപെടലുകൾ ഉണ്ടാവട്ടെ. കർത്താവെ സ്തുതിക്കുന്നു. കർത്താവെ, ഉഷയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ, സിൻസിമോൾ ആന്റണിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ, ജോയ്സി മാർട്ടിനെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ വലിയ കരുണയുടെ നിമിഷങ്ങൾ ഈശോയെ ഇന്നേ ദിവസം എല്ലാ മക്കളിലേക്ക് ദൈവത്തിന്റെ വലിയ ഇടപെടലുകൾ ഉണ്ടാവട്ടെ. കർത്താവെ, ലോകം മുഴുവനും കരുണയുണ്ടാവട്ടെ. ഷിജോ ജോസിനെ നിയോഗത്തെ സമർപ്പിക്കുന്നു. പരീക്ഷ റിസൾട്ട് കാത്തിരിക്കുന്നു. GCSE A ലെവൽ കർത്താവെ, OET CBT OST കർത്താവെ, ILTS കർത്താവെ, എൻക്ലസ് സാറിന് എക്സാം എഴുതുന്ന മക്കള്, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന മക്കള്, ജോലിയില്ലാത്ത മക്കൾ, ഇവരെല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കരുണയോടെ കടാക്ഷിക്കണ കർത്താവെ, സ്വർഗത്തിന്റെ വലിയ കൃപയുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ നാമത്തിൽ മക്കളെല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ കർത്താവെ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു ഈശോയെ. മോബിൾ ജിക്കുവിനെ സമർപ്പിക്കുന്നു കർത്താവെ, ബീന സക്രിയായെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വലിയ സ്നേഹത്തോടെ പ്രിയപ്പെട്ട മക്കളെ, കരുണ ഒഴുകുന്ന നിമിഷങ്ങളാണ് ഈ ദിവസങ്ങൾ. എത്രമാത്രം ദൈവസ്നേഹത്തിലായിരിക്കാൻ പറ്റുമോ അത്രമാത്രം ദൈവസ്നേഹത്തിലായിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവെ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ, ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പുത്രനായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏക ദൈവമായ പരിശുദ്ധത്വമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സൃഷ്ടാവിന്റെ ഏറ്റവും വലിയ വിശേഷണമായ ദൈവകാരുണ്യമേ, ഞങ്ങളെങ്കിൽ ശരണപ്പെടുന്നു. പരിശുദ്ധാത്മാവിന്റെ അളവില്ലാത്ത സ്നേഹമായ ദൈവകാരുണ്യമേ, ഞങ്ങളെങ്കിൽ ശരണപ്പെടുന്നു. അത്യുന്നതന്റെ ശക്തിയുടെ പ്രകടമായ ദൈവകാരുണ്യമേ, ഞങ്ങളെങ്കിൽ ശരണപ്പെടുന്നു. ഇല്ലായ്മയിൽ നിന്ന് ഞങ്ങളെ വിളിച്ച ദൈവകാരുണ്യമേ, ഞങ്ങളെങ്കിൽ ശരണപ്പെടുന്നു. അമാനുഷ്യ സൃഷ്ടികളെ വെളിപ്പെടുത്തപ്പെടിക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങളെങ്കിൽ ശരണപ്പെടുന്നു. പ്രപഞ്ചത്തെ ചൂഴ്ന്നു നിൽക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങളെങ്കിൽ ശരണപ്പെടുന്നു. ഞങ്ങളിൽ അമർത്യത വിതയ്ക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങളെങ്കിൽ ശരണപ്പെടുന്നു. അർഹിക്കുന്ന ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങളെങ്കിൽ ശരണപ്പെടുന്നു. പാപത്തിന്റെ ദുരിതത്തിൽ നിന്ന് ഞങ്ങളെ ഉയർത്തുന്ന ദൈവകാരുണ്യമേ, ഞങ്ങളെങ്കിൽ ശരണപ്പെടുന്നു. സൃഷ്ടിലോകത്തിൽ ഞങ്ങളുടെ നീതീകരണമായ ദൈവകാരുണ്യമേ, ഞങ്ങളെങ്കിൽ ശരണപ്പെടുന്നു. യേശുവിന്റെ മുറിവുകളിൽ നിന്ന് ഒഴുകുന്ന ദിവ്യകാരുണ്യമേ, ഞങ്ങളെങ്കിൽ ശരണപ്പെടുന്നു. യേശുവിന്റെ പരിശുദ്ധ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്ന ദൈവകാരുണ്യമേ, ഞങ്ങളെങ്കിൽ ശരണപ്പെടുന്നു. കരുണയുടെ മാതാവായ കന്യകാമറിയത്തെ ഞങ്ങൾക്ക് തന്ന ദൈവകാരുണ്യമേ, ഞങ്ങളെങ്കിൽ ശരണപ്പെടുന്നു. പരിശുദ്ധ കൂദാശകളിൽ അടങ്ങിയിരിക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങളെങ്കിൽ ശരണപ്പെടുന്നു. മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്കായി
നൽകിയ ജ്ഞാനസ്നാനത്തിന്റെയും കുംഭസാരത്തിന്റെയും കൂദാശകളിൽ അടങ്ങിയിരിക്കുന്ന ദിവ്യകാരുണ്യമേ, ഞങ്ങളങ്ങനെ ശരണപ്പെടുന്നു. വിശുദ്ധ കുർബാനയിലും പൗരോഹിത്യത്തിലും പ്രദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങളങ്ങനെ ശരണപ്പെടും. ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് ഞങ്ങളെ ക്ഷണിച്ച ദൈവകാരുണ്യമേ, ഞങ്ങളങ്ങനെ ശരണപ്പെടും. നീതിമാന്മാരുടെ വിശുദ്ധീകരണത്തിന് പ്രകടിതമായിരിക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങളങ്ങനെ ശരണപ്പെടുന്നു. പരിശുദ്ധരെ പൂർണ്ണതയിലേക്ക് എത്തിക്കുവാൻ സഹായിക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങളങ്ങനെ ശരണപ്പെടുന്നു. രോഗികളുടെയും സഹിക്കുന്നവരുടെയും ആരോഗ്യപാത്ര ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങനെ ശരണപ്പെടും. വേദനിക്കുന്നവരുടെ ആശ്വാസ പ്രതീക്ഷയായ ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങനെ ശരണപ്പെടും. നിരാശയിൽ വേദനിക്കുന്ന ആത്മാക്കളുടെ പ്രതീക്ഷയായ ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങനെ ശരണപ്പെടും. എല്ലായ്പ്പോഴും എപ്പോഴും എവിടെയും അനുഗമിക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങനെ ശരണപ്പെടും. പ്രസാദ വരങ്ങളാൽ മുന്നാസ്വാദം നൽകുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങനെ ശരണപ്പെടും. മരിക്കുന്നവരുടെ ആശ്വാസമായ ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങനെ ശരണപ്പെടും. ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളുടെ ആശ്വാസമായ ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങനെ ശരണപ്പെടും. അനുഗ്രഹീതരുടെ സ്വർഗീയ ആനന്ദമായ ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങനെ ശരണപ്പെടും. എല്ലാ വിശുദ്ധരുടെ കിരീടമായ ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങനെ ശരണപ്പെടും. അത്ഭുതങ്ങളുടെ മറ്റാത്ത ഉറവയായ ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങനെ ശരണപ്പെടും. കുരിശിൽ മരിച്ച് ഞങ്ങളുടെ മേൽ വലിയ കരുണ കാണിച്ച ദൈവത്തിന്റെ കുഞ്ഞാടെ കർത്താവെ, ഞങ്ങളെ ദയാപൂർവം ശ്രവിക്കണമേ. എല്ലാ വിശുദ്ധ ബലികളിലും ഞങ്ങൾക്ക് വേണ്ടി കരുണാപൂർവം സ്വയം സമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെ, ഞങ്ങളെ ദയാപൂർവം ശ്രവിക്കണമേ. അളവില്ലാത്ത അങ്ങയുടെ കരുണയിൽ ലോക പാപങ്ങളെല്ലാം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെ, ഞങ്ങളെ ദയാപൂർവം ശ്രവിക്കണമേ. കർത്താവെ കനിയണമേ, മിശിഹായെ കനിയണമേ. കർത്താവെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവിന്റെ എല്ലാ സൃഷ്ടികളിലും അവിടുത്തെ മൃദുവായ കരുണ പരന്നിരിക്കുന്നു. കർത്താവിന്റെ കരുണയെ ഞാൻ എന്നും പാടിപ്പുകഴ്ത്തും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ അനന്ത കരുണയും അങ്ങയുടെ ദയയും പറ്റാത്തതാണല്ലോ. ദയാപൂർവം ഞങ്ങളെ കടാക്ഷിക്കണമേ. ഞങ്ങളുടെ മേൽ അങ്ങയുടെ കരുണ വർദ്ധിപ്പിക്കണമേ. അങ്ങനെ ഞങ്ങളുടെ വലിയ പരീക്ഷകളിൽ മനമെടുക്കാതെ അങ്ങയുടെ തിരുമനസ് തന്നെയായ കാരുണ്യത്തിന് വിധേയരാകട്ടെ. കാരുണ്യത്തിന്റെ രാജാവും അങ്ങയോടും പരിശുദ്ധാത്മാവോടും കൂടെ വസിക്കുന്നവനുമായ ഞങ്ങളുടെ കർത്താവായ യേശു ഞങ്ങൾക്ക് കാരുണ്യം പകർന്നു തരട്ടെ, എപ്പോഴും എന്നേക്കും. ആമേൻ. കർത്താവെ, ജിൻഡോ തോമസിന് വിസ കൊടുത്തതോർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. സാലി ജോൺസനെ സമർപ്പിക്കുന്നു. അന്ന ജോയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഷാജിയെ സമർപ്പിക്കുന്ന ഈശോയെ, സുലതയുടെ രോഗത്തെ ഏറ്റെടുക്കണേ കർത്താവെ. ജോമോൻ ജോർജിനെ സമർപ്പിക്കുന്ന കർത്താവെ, എക്സാം കർത്താവെ കരുണയായിരിക്കണേ ഈശോയെ. ഓമന ബിജുവിനെ സമർപ്പിക്കുന്ന ഈശോയെ, സെബാസ്റ്റ്യൻ ജോസഫിനെ, ജോബിൻ MJ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ജെയിംസ് ജേക്കബിനെ ജെയ്മി ബിജുവിനെ സമർപ്പിക്കുന്ന ഈശോയെ, വർഗീസിന്റെ എല്ലാ നിയോഗത്തെ പ്രത്യേകിച്ച് ബിസിനസ്സിനെ ഏറ്റെടുക്കണേ ഈശോയെ. ജെയ്സൺ മാത്യുവിനെ സമർപ്പിക്കുന്ന ഈശോയെ, കർത്താവെ കരുണയായിരിക്കണം. മകൾ രേഷ്മയെ സമർപ്പിച്ച് സമയത്ത് പ്രാർത്ഥിക്കുന്ന ഈശോയെ, കർത്താവെ എല്ലാ മക്കളുടെയും നിയോഗത്തിന്റെ മേൽ ഈശോയുടെ കരുണ ഒഴുകട്ടെ. നമ്മുടെ എല്ലാ ജീവിതങ്ങളിൽ ഈശോയുടെ വലിയ കരുണ ഒഴുകാൻ സുജാ ചെറിയാനെ സമർപ്പിച്ചുകൊണ്ട്, കർത്താവിന്റെ അനന്ത കരുണ മരിയറ്റ് കുമാറിനെ സമർപ്പിച്ചുകൊണ്ട്, സ്വർഗത്തിന്റെ കരുണ ഒഴുകി ഇറങ്ങാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ആരാധന, 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 ആരാധന. ഈശോയുടെ നാമത്തിന്റെ വലിയ ശക്തി വെളിപ്പെടട്ടെ. ഈശോയുടെ നാമത്തിന്റെ വലിയ ഇടപെടലുകൾ ഉണ്ടാവട്ടെ. കർത്താവെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഈശോ എല്ലാ മക്കളിലേക്കും ദൈവകൃപ അറിയട്ടെ. പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ഈ ദിവസങ്ങളിൽ ഇന്ന് പരിശുദ്ധാത്മാവിന്റെ പന്തക്കുസ്താ ദിനത്തിനുള്ള ഒരുക്കത്തിന് 2-ാം ദിവസം കൂടിയാണ്. നമ്മൾ പ്രത്യേകമായിട്ട് പരിശുദ്ധാത്മാവ് നമ്മളിലെ, നമ്മുടെ കുടുംബത്തിലെ, സഭയിലെ, മക്കളിലെല്ലാം നിറയപ്പെടാൻ, ശുശ്രൂഷ മേഖലകളിൽ ദൈവത്തിന്റെ ശക്തി ഇറങ്ങി വരാൻ, നമ്മുടെ മക്കളുടെയൊക്കെ ജീവിതങ്ങൾ ഈശോയുടെ ആത്മാവിന്റെ അഭിഷേകം ഉണ്ടാകാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവെ, റിയയുടെ കുടുംബത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പണം തിരിച്ചു കിട്ടാൻ ഇടയാക്കണേ അപ്പാ. പ്രിൻസി മാത്യുവിനെ സമർപ്പിക്കുന്നു. സുനിൽ ചാക്കോയെ സമർപ്പിക്കുന്നു. ഈശോയെ, തോമസ് ചേട്ടനെ, കർത്താവെ, നടക്കാൻ പോകുന്ന ഓപ്പറേഷനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഷെർലി ചേച്ചിയെ ശക്തിപ്പെടുത്തണേ കർത്താവെ. ഈശോയെ, ബിനുവിനെ, മാത്തച്ഛനെ, കുടുംബത്തെ, കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു. ഈശോയെ, ഡി ചേച്ചിയെ കുടുംബത്തെ സമർപ്പിക്കുന്നു. കർത്താവ്, ജാക്കലിൻ ചേച്ചിയുടെ കണ്ണുനീരിനെ സമർപ്പിക്കുന്നു. കർത്താവെ, ഷാബു ചേട്ടനെ കുടുംബത്തെ സമർപ്പിക്കുന്നു. ഈശോയെ, സിബി ചേട്ടനെ സമർപ്പിക്കുന്നു. ജോൺ ചേട്ടനെ സമർപ്പിക്കുന്നു. ഷാജി തോമസ് ചേട്ടനെ സമർപ്പിക്കുന്നു. ഷാജി ചേട്ടന്റെ എല്ലാ നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ശുശ്രൂഷ മേഖലകളെ ഏറ്റെടുക്കണേ അപ്പ. സുനിൽ ചാക്കോയെ സമർപ്പിക്കുന്നു. അമ്മു ജോർജിനെ സമർപ്പിക്കുന്നു. ഈശോയെ, രാജി ലിജോയെ സമർപ്പിക്കുന്നു. ഡയാന ജോജിയെ സമർപ്പിക്കുന്നു. കർത്താവെ, ടോം റൂബിയെ
ഹാഗറിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അമ്മിണിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ. കർത്താവെ, ജോബിനെ സമർപ്പിക്കുന്നു കർത്താവെ. ലോകം മുഴുവനുള്ള എല്ലാ മക്കളുടെ നിയോഗത്തിന്റെ മേല് ഈശോയുടെ കരുണ ഒഴുകി എത്തട്ടെ. ബാബു രാജനെ സമർപ്പിക്കുന്നു ഈശോയെ, കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ. പരീക്ഷ എഴുതാൻ ആഗ്രഹിക്കുന്ന മക്കൾ ഈശോയെ, നീനു ജോസഫിന് ജോലിയില്ലാത്ത മക്കൾ, വിസ കിട്ടാത്ത മക്കൾ, ഇവരെല്ലാം സമർപ്പിക്കാം ഈശോയെ. ടോമി ചെറിയാനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ. ദിവ്യ സന്തോഷിനെ സമർപ്പിക്കുന്നു, സാലപ്പൻ ആന്റണിയെ സമർപ്പിക്കുന്നു, ജോസ് മാത്യുവിനെ സമർപ്പിക്കുന്നു ഈശോയെ. അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. കുടുംബത്തെ ഏറ്റെടുക്കണേ അപ്പാ, കുടുംബ ജീവിതങ്ങളെ അനുഗ്രഹിക്കണേ കർത്താവ്. ഞങ്ങളുടെ കുടുംബങ്ങളിലേക്കെല്ലാം പരിശുദ്ധാത്മാവ് നിറയട്ടെ, ആത്മാവിന്റെ നിറവുണ്ടാവട്ടെ. ബെന്നി ഡോമിനിക്കിനെ സമർപ്പിക്കാം. എല്ലാ നിയോഗങ്ങളെ സമർപ്പിച്ചു പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക. നമ്മൾ പെന്തക്കോസ്താ ദിനത്തിന് വേണ്ടിയുള്ള ഒരുക്കത്തിന് 2-ാം ദിവസമാണ് നമ്മളിന്ന് പ്രാർത്ഥിക്കുന്നതും വായിക്കുന്നതും. അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായമാണ്. പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തെക്കുറിച്ച് നമ്മൾ വായിക്കുകയാണ്. പന്തക്കുസ്താ ദിനം സമാഗതമായപ്പോൾ കൊടുങ്കാറ്റ്, അവരെല്ലാം ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. കൊടുങ്കാറ്റടിക്കുന്ന പോലുള്ള ശബ്ദം പെട്ടെന്ന് ആകാശം നിന്നുണ്ടായി. അതവർ സമ്മേളിച്ചെന്ന് വീട് മുഴുവൻ നിറഞ്ഞു. അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെയും മേൽ വന്ന് നിൽക്കുന്നതായി അവർ കണ്ടു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനെ നിറഞ്ഞു. ആത്മാവ് കൊടുത്ത ഭാഷണവരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. ആകാശത്തിന് കീഴിലുള്ള സകല ജനപദങ്ങളിൽ നിന്നും വന്ന ഭക്തരായ യഹൂദർ ജെറുസലേമിലുണ്ടായിരുന്നു. ആരവുണ്ടായപ്പോൾ ജനം ഒരുമിച്ച് കൂടുകയും തങ്ങൾ ഓരോരുത്തരുടെയും ഭാഷകൾ അപ്പോസ്തലന്മാർ സംസാരിക്കുന്നത് കേട്ട് അത്ഭുതപ്പെടുകയും ചെയ്തു. അവർ വിസ്മയഭരിതരായി പറഞ്ഞു, ഈ സംസാരിക്കുന്നവരെല്ലാവരും ഗലീലിയരല്ലേ? നാം എല്ലാവരും താങ്കളുടെ മാതൃഭാഷയിൽ ശ്രവിക്കുന്നത് എങ്ങനെ? പാർത്തിയാക്കാരും മേദിയാക്കാരും എലാമിയാക്കാരും മെസ്സൊപ്പൊട്ടേമിയ നിവാസികളും യൂദയായാലും കപ്പദോക്കിയായാലും പോന്തസിലും ഏഷ്യയായാലും താമസിക്കുന്നവരും ഫ്രീജിയായാലും പാംഫീലിയായാലും ഈജിപ്തിലും കിറേനയുടെ ലിബിയ ദേശങ്ങളിലും നിവസിക്കുന്നവരും റോമയിൽ നിന്നുള്ള സന്ദേശകരും യഹൂദരും യഹൂദമതം സ്വീകരിച്ചവരും ക്രേത്യരും അറേബ്യരുമായ നാം എല്ലാം ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികൾ അവർ വിവരിക്കുന്നത് നമ്മുടെ മാതൃഭാഷകൾ കേൾക്കുന്നുവല്ലോ. ഇതിന്റെ എല്ലാം അർത്ഥം എന്താ എന്ന് പരസ്പരം ചോദിച്ചുകൊണ്ട് എല്ലാവരും വിസ്മയിക്കുകയും പരിഭ്രമിക്കുകയും ചെയ്തു. എന്നാൽ മറ്റു ചിലർ പറഞ്ഞു, പുതുവീഞ്ഞു കുടിച്ചവർക്ക് ലഹരി പിടിച്ചിരിക്കണം. എന്നാൽ പത്രോസ് മറ്റു 11 പേരോടൊപ്പം എഴുന്നേറ്റ് നിന്ന് ഉച്ചസത്തിൽ അവരോട് പറഞ്ഞു, യഹൂദ ജനങ്ങളെ, ജെറുസലേമിൽ വസിക്കുന്നവർ ഇത് മനസ്സിലാക്കുവിൻ, എന്റെ വാക്കുകൾ ശ്രദ്ധിക്കുവിൻ. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇവർ ലഹരി പിടിച്ചവരല്ല. കാരണം ഇപ്പോൾ ദിവസത്തിന്റെ 3-ാം മണിക്കൂറല്ലേ ആയിട്ടുള്ളൂ. മറിച്ച് ജോയേൽ പ്രവാചകൻ പറഞ്ഞതാണിത്. ദൈവം അരുളി ചെയ്യുന്നു, അവസാന ദിവസങ്ങളിൽ എല്ലാ മനുഷ്യരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യുവാക്കൾക്ക് ദർശനങ്ങളുണ്ടാകും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. എല്ലാ ദാസന്മാരുടെയും ദാസികളുടെയും മേൽ എൻ്റെ ആത്മാവിനെ വർഷിക്കും. അവർ പ്രവചിക്കുകയും ചെയ്യും. ആകാശത്തിൽ അത്ഭുതങ്ങളും ഭൂമിയിൽ അടയാളങ്ങളും ഞാൻ കാണിക്കും. അഗ്നിയും രക്തവും ധൂമപടലവും. കർത്താവിന്റെ മഹനീയവും പ്രകാശപൂർണമായ ദിനം വരുന്നതിന് മുൻപ് സൂര്യൻ അന്ധകാരമായും ചന്ദ്രൻ രക്തമായും മാറും. കർത്താവ് നാം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും. ഇസ്രായേൽ ജനങ്ങളെ, ഈ വാക്ക് കേൾക്കുവിൻ. നിങ്ങൾക്കറിയാവുന്നതുപോലെ ദൈവം നസ്രായനായ യേശുവിനെ അവൻ വഴി നിങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച മഹത്തായ കാര്യങ്ങൾ കൊണ്ടും തന്റെ അത്ഭുത കൃത്യങ്ങളും അടയാളങ്ങളും കൊണ്ട് നിങ്ങൾക്ക് സാക്ഷ്യപ്പെടുത്തി തന്നു. അവൻ ദൈവത്തിന്റെ നിശ്ചിത പദ്ധതിയും പൂർവ്വജ്ഞാനവും അനുസരിച്ച് നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെട്ടു. അധർമ്മികളുടെ കൈകളിൽ അവനെ നിങ്ങൾ കുരിശിൽ തറച്ചു കൊന്നു. എന്നാൽ ദൈവം അവനെ മൃത്യുപാശത്തിൽ നിന്ന് വിമുക്തനാക്കി ഉയർപ്പിച്ചു. കാരണം അവൻ മരണത്തിന്റെ പിടിയിൽ കഴിയുക അസാധ്യമായി. ദാവീദ് അവനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു, ഞാൻ കർത്താവിനെ എപ്പോഴും കൺമുമ്പിൽ ദർശിച്ചിരുന്നു. ഞാൻ പതറിപ്പോകാതിരിക്കാൻ അവിടുന്ന് എൻ്റെ വലതുവശത്തുണ്ട്. എൻ്റെ ഹൃദയം സന്തോഷിച്ചു, എൻ്റെ നാവ് സ്തോത്രം ആലപിച്ചു. എൻ്റെ ശരീരം പ്രത്യാശയിൽ നിവസിക്കും. എന്തെന്നാൽ എൻ്റെ ആത്മാവിനെ അവിടുന്ന് പാതാളത്തിൽ ഉപേക്ഷിക്കുകയില്ല. അവിടുത്തെ പരിശുദ്ധം ജീർണിക്കാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. ജീവന്റെ വഴികൾ അവിടുന്ന് എനിക്ക് കാണിച്ചു തന്നു. തന്റെ സാന്നിധ്യത്താൽ അവിടുന്ന് എന്നെ സന്തോഷഭരിതനാക്കും. സഹോദരരെ, ഗോത്രപിതാവായ ദാവീദിനെ കുറിച്ച് നിങ്ങളോട് ഞാൻ വ്യക്തമായി പറഞ്ഞു കൊള്ളട്ടെ. അവൻ മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും ചെയ്തു. അവന്റെ ശവകുടീരം ഇന്നും നമ്മുടെ ഇടയിലുണ്ടല്ലോ. അവൻ പ്രവാചകനായിരുന്നു. തന്റെ അനന്തരഗാമികൾ ഒരാളെ തന്റെ സിംഹാസനം ഉപുഷ്ടനാക്കും എന്ന് ദൈവം അവരോട് ചെയ്ത ശബ്ദം അവൻ അറിയുകയും ചെയ്തിരുന്നു. അതുകൊണ്ടാണ് അവൻ പാതാളത്തിൽ ഉപേക്ഷിക്കപ്പെട്ടിട്ടില്ല. അവന്റെ ശരീരം ജീർണിക്കാൻ ഇടയായതുമില്ല എന്ന് ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തെ മുൻകൂട്ടി പ്രദർശിച്ചുകൊണ്ട് അവൻ പറഞ്ഞത്. ആ യേശുവിനെ ദൈവം ഉയർപ്പിച്ചു. ഞങ്ങളെല്ലാവരും അതിന് സാക്ഷികളാണ്. ദൈവത്തിന്റെ വലതുഭാഗത്തേക്ക് ഉയർത്തപ്പെടുകയും പിതാവിൽ നിന്ന് പരിശുദ്ധാത്മാവിന്റെ വാഗ്ദാനം സ്വീകരിക്കുകയും ചെയ്ത അവൻ ഈ ആത്മാവിനെ വർഷിച്ചിരിക്കുന്നു. അതാണ് നിങ്ങളിപ്പോൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. ദാവീദ് സ്വർഗത്തിൽ നിന്നേക്ക് ആരോഹണം ചെയ്തില്ല. എങ്കിലും അവൻ പറയുന്നു, കർത്താവിനോട് പറഞ്ഞു, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനാകുക. അതിനാൽ നിങ്ങൾ കുരിശിൽ തറച്ച യേശുവിനെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി ഉയർത്തി എന്ന് ഇസ്രായേൽ ജനം മുഴുവനും വ്യക്തമായി അറിഞ്ഞുകൊള്ളട്ടെ. ഇത് കേട്ടപ്പോൾ അവർ ഹൃദയം നുറങ്ങി പത്രോസിനോടും മറ്റ് അപ്പസ്തോലന്മാരോടും ചോദിച്ചു, സഹോദരന്മാരെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ. പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ. പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും.
ഈ വാഗ്ദാനം നിങ്ങളുടെ സന്താനങ്ങൾക്കും വിദൂരസ്ഥർക്കും നമ്മുടെ ദൈവമായ കർത്താവിന്റെ അടുക്കലേക്ക് വിളിക്കുന്ന എല്ലാവർക്കും ഉള്ളതാണ്. അവൻ മറ്റു പല വചനങ്ങളാലും അവർക്ക് സാക്ഷി നൽകുകയും ഈ ദുഷിച്ച തലമുറയിൽ നിങ്ങളെ തന്നെ രക്ഷിക്കണമെന്ന് ഉപദേശിക്കുകയും ചെയ്തു. അവന്റെ വചനം ശ്രവിച്ചവർ സ്നാനം സ്വീകരിച്ചു. ആ ദിവസം തന്നെ 3000-ഓളം ആളുകൾ അവരോട് ചേർന്നു. അവർ അപ്പസ്തോലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ, പ്രാർത്ഥന എന്നിവയിൽ സദാ താല്പര്യപൂർവ്വം പങ്കുചേർന്നു. എല്ലാവരിലും ഭീതി ഉളവായി. അപ്പസ്തോലന്മാർ വഴി പല അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചു. വിശ്വസിച്ചവർ ഒറ്റ സമൂഹമാവുകയും തങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം പൊതുവായി കരുതുകയും ചെയ്തു. അവർ തങ്ങളുടെ സ്വത്തുക്കളും വസ്തുവകകളും വിറ്റ് ആവശ്യാനുസരണം എല്ലാവർക്കുമായി വീതിച്ചു. അവർ ഏക മനസ്സോടെ താല്പര്യപൂർവ്വം അനുദിനം ദേവാലയത്തിൽ ഒരുമിച്ച് കൂടുകയും ഭവനം തോറും അപ്പം മുറിക്കുകയും ദേവാലയ ഹൃദയലാളിത്യത്തോടും ആഹ്ലാദത്തോടും കൂടെ ഭക്ഷണത്തിൽ പങ്കുചേരുകയും ചെയ്തിരുന്നു. അവർ ദൈവത്തെ സ്തുതിക്കുകയും എല്ലാ മനുഷ്യരുടെയും പ്രീതിക്ക് പ്രാപ്തമാവുകയും ചെയ്തു. രക്ഷ പ്രാപിക്കുന്നവരെ കർത്താവരുടെ സമൂഹത്തിൽ ദിനം പ്രതിദിനം ചേർത്തുകൊണ്ടിരുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. പ്രിയപ്പെട്ട മക്കളെ, പന്തക്കുസ്താദിനത്തിന് വേണ്ടി കൂടി ഒരുങ്ങുന്ന 2-ാം ദിവസമാണ്. ദൈവകരുണയുടെ തിരുനാളിന്റെ 4-ാം ദിവസം. നമുക്ക് നമ്മുടെ നിയോഗങ്ങളെല്ലാം സ്വർഗസ്ഥാനത്തിലേക്ക് ഉയർത്തി വെക്കാം. ഈശോയെ, നിനക്ക് അസാധ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഒന്നുമില്ല കർത്താവെ. കർത്താവെ, വർഗീസ് പുത്തൂറിനെ, ബോസ് PX-ന്, ജോമോ തോമസ് ജോർജിനെ സമർപ്പിക്കുന്നു. ആശാ സിബിയെ കർത്താവെ കരുണയായിരിക്കണേ കർത്താവെ. ബിബിതയെ സമർപ്പിക്കുന്നു ഈശോയെ. ദിവ്യ സന്തോഷിനെ കർത്താവെ അങ്ങയുടെ വലിയ കരുണ ഉണ്ടാവട്ടെ കർത്താവ് എല്ലാ മക്കളിലേക്കും. ഈശോയെ, കൊല്ലാലയിൽ ന്യൂസിനെ സമർപ്പിക്കുന്ന കർത്താവെ കരുണയാകണേ ഈശോയെ. രശ്മി സന്തോഷിനെ, സിജി ജോർജിനെ ഈശോയെ കരുണയായിരിക്കണേ. ജിൻസി ജിജോയെ കർത്താവെ, സ്റ്റീഫനെ നിയോഗങ്ങളെ, ടെൻസി ജോയിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ഈശോയെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ അനുഗ്രഹിക്കണേ കർത്താവെ. ഡയാന ജോജിയെ സമർപ്പിക്കും. ഈശോയെ, രാഹി രജിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അശ്വതി ബിനു, ആൽബിൻ രമേശിനെ, മഞ്ജുവിനെ, സാലി മാത്യുവിനെ, ബെന്നി ഡോമിനിക്കിനെ, ഈശോയെ ബിന്ദു ബിജോയെ സമർപ്പിക്കുന്ന കർത്താവെ ഈശോയെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കളെയും നിയോഗത്തിലേക്ക് ഈശോയുടെ ദേവസ്യ മനു പത്രോസിനെ, എൽമി എൽദോയ് ആൻ ടോമിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ കരുണയായിരിക്കണേ കർത്താവ് എല്ലാ മക്കളുടെയും നിയോഗത്തിന്റെ മേല് ഈശോയുടെ വലിയ പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ, കരുണയുടെ വലിയ അഭിഷേകം ഉണ്ടാകാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന 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 ആരാധന. കർത്താവെ കരുണയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ കരുണയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ നാമത്തിൽ എല്ലാ മക്കളുടെയും മേൽ ഈശോയുടെ വലിയ കൃപയുണ്ടാവട്ടെ. ഈശോയുടെ വലിയ കരുതൽ, ഈശോയുടെ വലിയ ശക്തി എല്ലാ മക്കളുടെയും ജീവിതത്തിലേക്ക് ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. ഈശോയെ ഇടപെടണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ ടെജി ടി തോമസിനെ സമർപ്പിക്കുന്നു. സാജു പോളിനെ, എലിസബത്ത് പോളിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ കരുണയായിരിക്കണം. ഈശോയുടെ വലിയ കൃപ, പരിശുദ്ധാത്മാവിന്റെ വലിയ ഇടപെടലെല്ലാം നമ്മളിലേക്ക് ഉണ്ടാകാൻ ആഗ്രഹിച്ചുകൊണ്ട് ഈശോയെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന ബല 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 ബല. കർത്താവേ കരുണയാകണ ഈശോയെ. കുടുംബജനങ്ങളെ ഏറ്റെടുക്കണം. കടബാധ്യത ഏറ്റെടുക്കണം ഈശോയെ. പരിശുദ്ധാത്മാവേ ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവിന് വലിയ ഇടപെടൽ. പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ വലിയ കൃപ, വലിയ കരുണ, വലിയ കരുതൽ എല്ലാം ഉണ്ടാവട്ടെ. ഈശോയുടെ വലിയ കൃപയുണ്ടാവട്ടെ. കർത്താവെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ ഏറ്റെടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ഈശോയെ നന്ദി 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 നന്ദി. ആരാധന ആരാധന ആരാധന. കർത്താവെ മഹത്വം 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 മഹത്വം. ആത്മാവെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ഈശോയുടെ കൃപയാൽ കർത്താവെ കരുണയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ എല്ലാ മക്കളെയും പരിശുദ്ധാത്മാവിൽ നിറയ്ക്കണേ കർത്താവെ. കർത്താവെ കരുണയാകണേ ഈശോയെ. ആരാധനയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ഈ മക്കളുടെ ജീവിതത്തിൽ ഈശോയുടെ കൃപ നിറയാനായിട്ട്, ഈ കുടുംബങ്ങളിലെല്ലാം ഈശോയുടെ കൃപ നിറയാൻ പ്രിയപ്പെട്ട മക്കളെ പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് പ്രാർത്ഥിക്കുക. അത് മറ്റുള്ളവർക്ക് കൂടി അനുഗ്രഹമായിട്ട് മാറും. അതുകൊണ്ടാണ് പ്രാർത്ഥിക്കാനായിട്ട് ആവശ്യപ്പെടുന്നത്. ഈശോയെ സമർപ്പിക്കുന്നു. ഈശോയെ വലിയ ഒരു ഇടപെടൽ, വലിയൊരു അത്ഭുതങ്ങളെല്ലാം ഈ കൂട്ടായ്മയിലേക്ക് ഉണ്ടാവട്ടെ. ഈശോ കരുണയാകണേ ഈശോയെ. യേശുവേ കരുണയാകണേ ഈശോയെ. ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ നിറയട്ടെ നിറയട്ടെ. പരിശുദ്ധാത്മാവേ എല്ലാ മക്കളും നിറയണേ ഈശോയെ. ഈശോയെ ആരാധന ഈശോയെ. ഹല്ലേലൂയ. ആത്മാവേ നിറയണമേ ഈശോയെ. അഭിഷേകമായ പടരണമേ ഈശോയെ. കരുണയാകണേ അപ്പാ. ആത്മാവേ നിറയണമേ.
ചാമ്പലാക്കണമേ, കൃപയാൽ ജ്വലിപ്പിക്കണേ ഈശോയെ. ഓ അഗ്നി അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ, കാറ്റായി വീശണമേ ഈശോയെ. കരുണയാകണേ അപ്പാ, വീശണമേ ഈശോയെ. സ്വപ്ന അനിലിനെ, മുത്തുവിനെ, ജോസഫ് പോളിനെ, മിനി പൗലോസിനെ സമർപ്പിക്കുന്ന കർത്താവേ. ജമ്മ പണിക്കറിനെ, ഷാലു ജെയ്ബിയെ, ഷിൻഡോ ജെയിംസിനെ സമർപ്പിക്കുന്ന കർത്താവേ. ഈശോയെ കരുണയായിരിക്കണേ ഈശോയെ. കർത്താവേ എല്ലാ മക്കളുടെയും മേൽ ഈശോയുടെ കൃപ നിറയട്ടെ. ഈശോയെ കരുണയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ജോസ് കെ മാർട്ടിനെ സമർപ്പിക്കുന്നു ഈശോയെ. അനുഗ്രഹിക്കണേ അപ്പാ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. നീ ആയിരിക്കണമേ പരിശുദ്ധാത്മാവേ, ഒരു ജ്വാലയായി മാറണമേ. ഇസ്രായേലിൻ പ്രകാശമേ, നീയായി ജ്വലിക്കണമേ. പരിശുദ്ധാത്മാവേ, ഒരു ജ്വാലയായി മാറണമേ. കത്തി പടരണമേ, ഉള്ളുകളെല്ലാം ദഹിച്ചിടട്ടെ. വന്നു വസിച്ചിടണേ, വന്നു വസിച്ചിടണേ. പരിശുദ്ധാത്മാവേ അഗ്നി അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ, കാറ്റായി വീശണമേ, ഈ കാറ്റായി വീശണമേ. ഹല്ലേലൂയ യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ യേശുവേ ഈശോയെ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ യേശുവേ 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 യേശുവേ. ഓ പരിശുദ്ധാത്മാവേ യേശുവേ, നിന്റെ പരിശുദ്ധാത്മാവ് നിറയ്ക്കണ കർത്താവേ. നിന്റെ മക്കളെ എല്ലാം അനുഗ്രഹിക്കണ കർത്താവേ. നിറയണമേ പരിശുദ്ധാത്മാവേ, ഒരു ജ്വാലയായി മാറണമേ. എല്ലാ മക്കളും നിറയട്ടെ ഈശോയെ. ജോഷി ജോബിനെ സമർപ്പിക്കുന്ന കർത്താവേ. ബെജി ലിജോയെ സമർപ്പിക്കുന്നു പരിശുദ്ധാത്മാവേ. ആത്മാവേ ജ്വാലയായി മാറണമേ, നീയിൽ സ്നാനം ചെയ്യണമേ, സൃഷ്ടിയായി എന്നെ മാറ്റണമേ. പരിശുദ്ധാത്മാവേ വേണമേ ഈശോയെ. തോമസ് അസ്തപ്പാനെ സമർപ്പിക്കുന്നു. ദിനേഷ് ജോസഫിനെ, കുടുംബത്തെ, നിയോഗത്തെ, കണ്ണുനീരുകളെല്ലാം സമർപ്പിക്കുക. വലിയ ദൈവകരുണ ഉണ്ടാവട്ടെ, ഈശോയുടെ വലിയ കരുണ ഉണ്ടാവട്ടെ. ഈശോയെ വീശണമേ, കാറ്റായി വീശണമേ. യേശുവേ അനുഗ്രഹിക്കണം ഈശോയെ. മാവേ നിറയണമേ ഈശോയെ. എല്ലാ മക്കളെ ഏറ്റെടുക്കണേ അപ്പാ. കുഞ്ഞുങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണേ കർത്താവേ. അഗസ്റ്റിൻ സേവ്യറിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. റീമ സ്റ്റാൻസനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അനിത തോമസിനെ സമർപ്പിക്കുന്ന കർത്താവേ. ഈശോയെ സിജി ഗോൾ തോമസിനെ സമർപ്പിക്കും. ജെജി ടി തോമസ്, ഇസബൽ മരിയായ, ബിജു ജോണിനെ യേശുവെ അനുഗ്രഹിക്കണേ കർത്താവേ. ഈശോയെ എല്ലാ കുടുംബങ്ങളിലേക്ക്, എല്ലാ സിസ്റ്റർമാരിലേക്ക്, എല്ലാ വൈദികരിലേക്ക് പരിശുദ്ധാത്മാവ് നിറയട്ടെ. ആത്മാവ് നിറയട്ടെ. എല്ലാ സഭാമക്കളിലേക്ക്, എല്ലാ ഇടവകളിലേക്ക്, എല്ലാ രൂപതകളിലേക്ക് ഈശോയെ ഇടവരണ. ഈശോയെ വീശണമേ. ഓ പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഈശോയെ ജിബിൻ ഫിലിപ്പിനെ സമർപ്പിക്കുന്ന കർത്താവേ. ജിഷ ജോയിയെ സമർപ്പിക്കുന്ന കർത്താവേ. യേശുവേ ഡേവിഡ് തോമസിനെ സമർപ്പിക്കുന്ന കർത്താവേ. കർത്താവേ നിറയട്ടെ നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, ആനന്ദം ഉണ്ടാവട്ടെ, ആത്മീയ അഭിഷേകം നിറയട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഓ പരിശുദ്ധാത്മാവേ ആരാധന 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 ആരാധന. കർത്താവേ കൃപ നിറയട്ടെ. രോഗങ്ങൾ മാറട്ടെ അപ്പാ. അലർജി രോഗങ്ങൾ വിട്ടുപോവുകയാണ് ഈശോയെ സമർപ്പിക്കുന്ന കർത്താവേ. തടസ്സങ്ങൾ മാറട്ടെ കർത്താവേ.
ജോലി തടസ്സങ്ങൾ മാറട്ടെ ഈശോയെ. യേശുവേ സ്തുതിക്കുന്നു, 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 ആരാധിക്കുന്നു, 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 ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഈശോയെ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ എല്ലാ നിയോഗങ്ങളും ഈശോയുടെ കരങ്ങളിലോട്ട് കൊടുക്കുകയാണ്. ഈശോ നമ്മുടെ കൂടെയുണ്ട്, ഈശോ നമ്മുടെ ഒപ്പമുണ്ട്. നിങ്ങളെല്ലാം ഇത് ഷെയർ ചെയ്യുക. നമ്മൾ പെന്തക്കോസ്താ ദിനത്തിനുള്ള ഒരുക്കത്തിന് 2-ാം ദിനമാണ്. കരുണയുടെ നിവാനിയുടെ 4-ാം ദിവസമാണ്. എല്ലാ മക്കളും സാധിക്കുന്നവരെല്ലാം പങ്കെടുത്ത് പ്രാർത്ഥിക്കണം. നമ്മുടെ കുടുംബങ്ങളിലെല്ലാം ഈശോയുടെ കൃപ നിറയാൻ, കടബാധ്യതയുടെ മേല്, വലിയ സഹനങ്ങളുടെ മേല് ഈശോയുടെ കരുണ ഒഴുകണം. ഈശോ ഇടപെടാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ല. പ്രിയപ്പെട്ടവരെ, ഈശോയോട് പറയണം, ഈശോ എന്നെ തള്ളിക്കളയല്ലേ, ഈശോയെ എന്നെ തള്ളിക്കളയല്ലേ എന്ന് പ്രാർത്ഥിക്കാം. ഈശോയെ എല്ലാ മക്കളെയും കർത്താവെ കരുണയാകണേ. കുഞ്ഞുങ്ങൾ ഓരോരുത്തർ രോഗപീഠിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ പ്രത്യേകമായിട്ട് പെന്തക്കോസ്താ ദിനത്തിന് വേണ്ടിയൊക്കെ ഒരുങ്ങുന്നു. ഞാൻ നമ്മുടെ UK നിങ്ങൾക്കറിയാം. UK വേണ്ടി ഒരു താമസിച്ചുള്ള ധ്യാനം, പെന്തക്കോസ്താ ദിനത്തിന് ഒരുക്കമായ ധ്യാനം ഓൾറെഡി നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ സീറ്റ് എല്ലാം ഫില്ല് ചെയ്തു. മെയ് മാസം 16 തൊട്ട് 19 വരെ നമ്മൾ 4 ദിവസം ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച് 19-ാം തീയതിയാണ് പെന്തക്കോസ്താ. അതിൻ്റെ ധ്യാനങ്ങളെല്ലാം സീറ്റെല്ലാം ബുക്ക് ചെയ്ത് പോയി. നമുക്ക് മറ്റൊരു ധ്യാനമുള്ളത് ജൂലൈ മാസത്തിലാണ്. ജൂലൈ മാസത്തിൽ നമുക്ക് ഒരു റിട്രീറ്റ് ഉണ്ട്. 21, 22, 23 കുടുംബ ജീവിതക്കാർക്ക് വേണ്ടി, പ്രത്യേകിച്ച് ഫാമിലി ആയിട്ട് കഴിയുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ധ്യാനമാണ്. നിങ്ങൾ അതിൽ പങ്കുചേരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ അതിൽ ജോയിൻ ചെയ്യുക. നമ്മൾ 3 ദിവസമേ ഉള്ളൂ. 21-ാം തീയതി ആരംഭിച്ച് 23-ാം തീയതി തീരും. ഇപ്പോൾ കർത്താവിൻ്റെ വലിയൊരു കരുണ കുടുംബത്തിലേക്ക് ഒഴുകി ഇറങ്ങാൻ ആഗ്രഹിച്ച് ജീവിത പങ്കാളി ഒരാളെങ്കിലും പങ്കെടുക്കുക. കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ധ്യാനമാണ്. ഇപ്പോൾ സാധിക്കുമെങ്കിൽ നിങ്ങളതിൽ പങ്കെടുക്കുക. ആർക്കെങ്കിലും അതിന് വരാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ പേഴ്സണലായിട്ട് എനിക്ക് റിക്വസ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ ഒരു റീൽസ് ചെയ്യുമ്പോൾ 2 ലിങ്ക് ഇട്ടിരിക്കാം, അതിൽ പങ്കുചേരുക. ഒപ്പം നിങ്ങളെല്ലാം പ്രാർത്ഥിക്കണം. പെന്തക്കോസ്താ ദിനത്തിന്റെ ധ്യാന ശുശ്രൂഷയിൽ വലിയ അഭിഷേകം UK അനോയിന്റിംഗ് ഉണ്ടാകാൻ ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മാക്സിമം ഇതൊക്കെ ഷെയർ ചെയ്ത് ഈശോയുടെ കരങ്ങളിലോട്ട്, ഈശോയുടെ വലിയ കരുണ അനേകരിലേക്ക് എത്തിക്കാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം. ഈശോയെ ഞങ്ങളെയൊക്കെ ഏറ്റെടുക്കണേ കർത്താവേ, ഞങ്ങളെയൊക്കെ ഏറ്റെടുക്കണമേ, അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ എന്ന് ഈശോയോട് പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഈശോയെ ശക്തിപ്പെടുത്തണേ കർത്താവെ, ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദിയോടെ 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 പ്രാർത്ഥിക്കുന്നു. കരുണയായിരിക്കണേ കർത്താവെ. പ്രിയപ്പെട്ട മക്കളെ, ഞാൻ ലൈവ് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവരും ഓർക്കുന്നു, അതെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ വലിയ ഉയർപ്പിൻ്റെ സന്തോഷം നമ്മുടെ ജീവിതത്തിലോട്ട് കടന്നു വരട്ടെ. ഈശോയുടെ വലിയ കാരുണ്യം നമ്മുടെ കുടുംബത്തിലോട്ട്, ജീവിതത്തിലോട്ടൊക്കെ കടന്നു വരട്ടെ. ഈശോയാണ് നമുക്കെല്ലാം എല്ലാം. ഈശോ നമ്മുടെ ഒപ്പം ഉണ്ട്. നമ്മളെ സഹായിക്കുന്നവനായ കർത്താവെ എല്ലാ വേദനകളെയും നിനക്ക് തരികയാണ്. ഒത്തിരി വേദനകൾ നമുക്കൊക്കെയുണ്ട്. നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന വേദനകൾ, കണ്ണുനീരുകളൊക്കെ പലപ്പോഴും മറ്റുള്ളവരോട് പറഞ്ഞറിയിക്കാൻ പറ്റുന്ന വേദനകളല്ല. അത്രമാത്രം വേദനിക്കുന്ന നിങ്ങളെ ഓരോരുത്തരുടെയും വേദനകൾ അറിയാൻ, ചില സങ്കടങ്ങളൊക്കെ പറയും. ഈശോയെ കർത്താവെ, ഒരു തെറ്റും ചെയ്യാതെ സഹിക്കുന്ന അനേകം ജീവിതങ്ങളുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ജീവിതങ്ങളിൽ ഈശോയുടെ വലിയൊരു സ്പർശനം ഉണ്ടാകാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ അനുഗ്രഹിക്കണേ കർത്താവെ, അനുഗ്രഹിക്കണേ കർത്താവെ. ആരാധനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. എല്ലാ മക്കളെ ഈശോയ്ക്ക് സമർപ്പിക്കുന്നു. ഈശോ ഈ നാളുകളിൽ നമ്മുടെയൊക്കെ കുടുംബങ്ങളെ ഏറ്റെടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കുടുംബങ്ങളിലൊക്കെ പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ വലിയ കരുണ കുടുംബങ്ങളുണ്ടാവണം. കണ്ണുനീരിൻ്റെ ഈശോയുടെ ഇടപെടലുണ്ടാവണം. ഈശോയെ ഞങ്ങളങ്ങെ ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും നന്ദി പറയുകയും ചെയ്യുന്നു. ഈശോയുടെ മുമ്പിൽ നിങ്ങളിന്ന് പ്രാർത്ഥിക്കണം. ഒത്തിരി മനോവേദന അനുഭവിക്കുന്ന അനേകം മക്കളുണ്ട്. ആരോടും പങ്കുവയ്ക്കാൻ പറ്റാത്തവർ, സമൂഹത്തിൻ്റെ സ്റ്റാറ്റസ് ഈ വിധത്തിൽ ആരോടും ഒന്നും പറയാൻ പറ്റില്ല. അത്രമാത്രം കണ്ണുനീരിലൂടെ കടന്നു പോകുന്ന ഒത്തിരി മക്കളെ നമ്മൾ പ്രത്യേകമായിട്ട് ഈശോയുടെ കരങ്ങളിലോട്ട് ഇന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, നീ അല്ലാതെ ആരും അവരെ ആശ്വസിപ്പിക്കാനില്ല, നമുക്കല്ലാതെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ കർത്താവ് ഇവിടെയൊക്കെ ജീവിതങ്ങളിൽ ഇടപെടട്ടെ. കുടുംബജീവിതത്തിലൊരു സമാധാനമില്ലാത്തവർ, ഈ ജീവിതം ഇനി വേണമെന്ന് ചിന്തിക്കുന്നവർ, സത്യത്തിൽ ഇന്നലെ ഈസ്റ്ററിൻ്റെ അന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്ക് അപ്രതീക്ഷിച്ച ഒരു കോൾ വന്നു. ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷെ ആ കുടുംബത്തിൽ തകർച്ചയുടെ വക്കി നിൽക്കുകയാണ്, കരയുവാണ്. എന്ത് ചെയ്യണമെന്നറിയില്ലാതെ കരയുന്ന ജീവിതങ്ങളെയൊക്കെ കാണുകയാണ്. അപ്പം നമുക്കതെല്ലാം ഈശോയുടെ കരങ്ങളിലോട്ട് കൊടുക്കാം. നമ്മൾ ആരും കാണുന്നതല്ലല്ലോ, കർത്താവിൻ്റെ മുമ്പിലാണ് എല്ലാത്തിനും ഉത്തരവുള്ളൂ. ഈശോ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, ഒരു താമസിച്ചുള്ള ധ്യാനമുണ്ട്. ജൂലൈ 21, 22, 23. നമ്മൾ മാക്സിമം 50 പേര് അല്ലെങ്കിൽ 60 പേരെ എടുക്കുന്നുള്ളൂ. നമുക്ക് കൂടുതലായിട്ട് ആഗ്രഹിച്ച് ഒരുമിച്ചിരുന്ന് കണ്ട് സംസാരിച്ച്
സ്പിരിച്വൽ ഷെയറിംഗ് ഒക്കെ നടത്തി വേണം ആ ധ്യാനത്തിൽ കൂടുതലൊരു ആത്മീയ നിറവുണ്ടാണെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. വളരെ കുറച്ച് പേര് എടുക്കാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും UK താമസിക്കുന്ന ആരും സജസ്റ്റ് ചെയ്യാം. ഇപ്പം എന്തെങ്കിലും നിങ്ങൾക്ക് അതിൻ്റെ ലിങ്കോ കാര്യങ്ങളോ വേണമെങ്കിൽ എനിക്ക് പേഴ്സണലി ഫേസ്ബുക്ക് മെസ്സഞ്ചറിൽ ഒന്ന് മെസ്സേജ് ഇട്ടാൽ തീർച്ചയായിട്ടും ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. ഈശോ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.